Good morning. Okay. ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ അല്ലേ? നോക്കി ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സൽ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ? മൈക്രോസോഫ്റ്റ് വേർഡ് ആണ്. ജസ്റ്റ് ഒരു മിനിറ്റ് കേട്ടോ, ഒന്ന് നോക്കട്ടെ. നമ്മളൊന്ന് വായിച്ചു നോക്കട്ടോ, ഒരു മിനിറ്റ്. ഇവിടെ മിസ് ക്ലാസ്സിൽ ഇവിടെ കുറച്ച് സാധനങ്ങൾ എടുക്കാനായിട്ട് കയറിയിരിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൈക്രോസോഫ്റ്റ് വേർഡ് ആണ് പറഞ്ഞു നിർത്തി അല്ലെ? വേർഡ്. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേർഡ് അല്ലേ പറഞ്ഞതോ? ഇതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് അത് മൂന്നെണ്ണത്തിന്റെയും നമ്മൾ കറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ. മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞ ഏതാണ്? ഇത് ഇസ് എ വൈഡ്ലി യൂസ്ഡ് ഫോർ വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ. മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. Word processing software developed by Microsoft. ആ സെന്റൻസ് നോട്ട് ചെയ്തിടണം. പിന്നെ എന്തൊക്കെയാണ് ഒരു മൈക്രോസോഫ്റ്റ് വേർഡിന്റെ നമുക്ക് അതിനകത്ത് ഫംഗ്ഷൻ ഫീച്ചേഴ്സ് ആണ് നമ്മൾ പറഞ്ഞല്ലോ. നമുക്ക് എന്താ, എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റും, യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ്. പിന്നെ ഡോക്യുമെന്റ്സുകൾ നമ്മൾക്ക് എല്ലാ ടെക്സ്റ്റ്, പാരഗ്രാഫ് അങ്ങനെയുള്ള നമുക്ക് എന്താ നമ്മുടെ റെസ്യൂംസോ ബയോഡേറ്റ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാനും എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനും പറ്റും. പിന്നെ കൊളാബറേഷൻ ആൻഡ് ഷെയറിങ്, നമുക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും, മെയിൽ വഴിയോ അങ്ങനെയൊക്കെ ഷെയർ ചെയ്യാം. പിന്നെ അടുത്ത് റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻ. ഫോർമാറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, അതിനെ മാറ്റാനുള്ളത്, അതിന്റെ ഫോണ്ട്, സ്റ്റൈല്, സൈസ് ഇതൊക്കെ മാറ്റാനുള്ള ഒരു ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. ഫോണ്ട്, ആ ലെറ്ററിന്റെ വലിപ്പം, സൈസ്, കളറ് ഇതൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് സ്പെൽ ചെക്ക് ആൻഡ് ഗ്രാമർ കറക്ഷൻ. 4 നമ്മൾ പറഞ്ഞേ അല്ലെ? ഇതിന് 4 ഫീച്ചേഴ്സ് ആണ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് 5ാമത്തെ മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ഫീച്ചർ ആണ് പറയുന്നത് സ്പെൽ ചെക്ക് ആൻഡ് ഗ്രാമർ കറക്ഷൻ. അതായത് വേർഡ് എന്ന് പറഞ്ഞാൽ സ്ക്രീൻ നിങ്ങൾ കണ്ടല്ലോ, താഴെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇതാണ് കേഴ്സർ. കേഴ്സറിന്റെ അവിടെ നിന്ന് നമുക്ക് ഇപ്പൊ ഒരു ലെറ്റർ എഴുതണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എഴുതി തുടങ്ങാം അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ എഴുതുമ്പോൾ എന്തെങ്കിലും സ്പെല്ലിങ്ങുകള് ഇററുകൾ വരികയാണെങ്കിൽ, നമ്മളിപ്പോ പെട്ടെന്ന് സ്പീഡിൽ വല്ല ടൈപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും സ്പെല്ലിങ്ങുകൾക്ക് ഇററുകൾ വരികയാണെങ്കിൽ ഉടനെ തന്നെ അതിന്റെ അടിയിൽ റെഡ് കളറ് അണ്ടർലൈൻ ചെയ്യും. അപ്പൊ നമുക്ക് നോക്കുമ്പോ അവിടെ സ്പെല്ലിങ് എന്താ തെറ്റാന്ന് മനസ്സിലാക്കാം അല്ലെ? അതാണ് ഒരു വലിയൊരു കാര്യമാണ്. നമ്മളിപ്പോ വേർഡില് നമ്മൾ ചെയ്യുമ്പോൾ, നമ്മള് ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും സ്പെല്ലിങ്ങുകൾ, നമ്മള് ടൈപ്പ് ചെയ്യുന്ന സ്പെല്ലിങ്ങുകളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിന്റെ അടിയിൽ എന്ത് ചെയ്ത് വരും, അവിടെ റെഡ് ഇങ്ക് കൊണ്ട് വരയ്ക്കും. അപ്പൊ റെഡ് ഇങ്ക് വരച്ചു കഴിയുമ്പോൾ നമുക്കറിയാം അത് സ്പെല്ലിങ് തെറ്റാണ് കാണിക്കുന്നത്. ഉടനടി നമുക്ക് അവിടെ കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഗ്രാമർ കറക്ഷൻ, നമ്മൾ ഇനി സെന്റൻസ് എഴുതുമ്പോൾ ഗ്രാമറ്റിക് മിസ്റ്റേക്ക് ആണെങ്കിൽ അവിടെ ഏത് കളർ കാണിക്കും? ബ്ലൂ കളറും കാണിക്കും. ബ്ലൂ കളറിൽ അണ്ടർലൈൻ ചെയ്തിട്ട് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അത് ഗ്രാമർ മിസ്റ്റേക്ക് ആണ് എന്നുള്ളത്. അത് രണ്ടും ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ, താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, വേർഡ് കൺസിസ്റ്റ് ഓഫ് ബിൽറ്റ് ഇൻ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്കിംഗ് ടൂൾസ്. അതാണ് അടുത്തൊരു ഓപ്ഷൻ, ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. സ്പെല്ലിംഗ്, ഗ്രാമർ ചെക്ക് ചെയ്യാനുള്ള ടൂൾസ് ഉണ്ട് അവിടെ.
to make the user identity and correct errors. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് മനസ്സിലാക്കി തരും, കമ്പ്യൂട്ടർ നമുക്ക് മനസ്സിലാക്കി തരും നമ്മൾ എഴുതിയേക്കുന്ന സ്പെല്ലിംഗ് തെറ്റാണ്. അപ്പൊ അവിടെ നമുക്ക് അവിടെ കറക്റ്റ് ചെയ്യാനുള്ള ആ ഇററുകള് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. It underline misspelled words and suggest correction. Misspelled നമ്മൾ തെറ്റിച്ചെഴുതിയ സ്പെല്ലിംഗ് ഇല്ലേ, അത് എന്ത് ചെയ്യുന്നു, അതിന് അത് അണ്ടർലൈൻ ചെയ്ത് കാണിക്കും. അത് നമ്മൾ പറഞ്ഞല്ലോ, റെഡ് കളറിൽ അണ്ടർലൈൻ ചെയ്ത് കാണിക്കും. അപ്പൊ അതിന് അവിടെ കറക്റ്റ് ചെയ്യാനുള്ള സജഷനും ഉണ്ട്. which ensures the accuracy of the written content. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മളത് എഴുതുന്നതിൽ തെറ്റ് കാണിച്ചു തരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കറക്റ്റ് ചെയ്യാലോ അല്ലെ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നു, ആ റിട്ടേൺ കണ്ടന്റ് നമ്മൾ എഴുതിയിട്ടുള്ള ആ കണ്ടന്റിന്റെ ആക്യുറസി എന്ന് പറഞ്ഞാൽ എന്താ, കൃത്യത ഉറപ്പുവരുത്തുന്നു. ഓക്കെ. ഇപ്പൊ നമ്മൾ ഒബ്ജക്ട്സ് എഴുതിയിട്ട് OBJ എഴുതാൻ മറന്നുപോയി, നമ്മൾ പെട്ടെന്ന് എഴുതിയിട്ട് എഴുതാൻ മറന്നു. CTS എന്നാണെങ്കിൽ അവിടെ റെഡില് ആ വേർഡിന്റെ അടിയില് റെഡ് ലൈൻ കമ്പ്യൂട്ടർ കാണിക്കും. അപ്പൊ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ, മൗസിലെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ എന്താ, നമുക്ക് അത് ഒബ്ജക്റ്റ് എന്നുള്ളത് കറക്റ്റ് സ്പെല്ലിംഗ് അവിടെ ഉണ്ട്. നമ്മൾ നേരെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ എഴുതിയത് ഒബ്ജക്റ്റ് എന്ന് തന്നെ ആയിക്കോളും. ഇത് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട, കമ്പ്യൂട്ടർ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. സ്പെല്ലിംഗ് ഒബ്ജക്റ്റ് എന്നുള്ളത് കറക്റ്റ് അവിടെ ഉണ്ടാവും, അത് നമ്മൾ സെലക്ട് ചെയ്താൽ മതി. നമ്മൾ ഫോണിൽ ചെയ്യുമ്പോൾ അങ്ങനെയില്ലേ അല്ലേ, നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് അവിടെ എന്താ പറയാ, അവിടെ ഇതില്ലേ കറക്റ്റ് വേർഡ് അവിടെ കാണിച്ചു തരും. അപ്പൊ നമുക്കത് സെലക്ട് ചെയ്താൽ മതി. പിന്നെ ഇത് നമ്മൾ കുറച്ചൊരു ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് കണ്ട് നമ്മൾ ഇതിനകത്തുള്ളത് തിയറിറ്റിക്കലി നമ്മൾ പഠിക്കണേ ഉള്ളൂ. അപ്പൊ കുറച്ച് കാര്യങ്ങൾ നിങ്ങളത് മനസ്സിലാക്കി വെക്കാനേ പറ്റുള്ളൂ. നമുക്ക് ഇത് കമ്പ്യൂട്ടറൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊക്കെ നിങ്ങളൊന്ന് വേർഡ് എടുത്തൊന്ന് ജസ്റ്റ് ഇതിനകത്ത് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്തത് 6 ഇൻസേർട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ, ആ ഡോക്യുമെന്റിലേക്ക് ചേർക്കാൻ പറ്റും. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യമില്ലേ, അതിലേക്ക് നമുക്ക് ചേർക്കാൻ പറ്റും, ഇൻസേർട്ട് ചെയ്യാം. ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഒബ്ജക്ട്, മാനിപ്പുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ കൈകാര്യം ചെയ്യാം. നമുക്ക് ഒബ്ജക്ട്സുകള് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കാം, ഒരു ഡോക്യുമെന്റ് വേർഡ് എടുത്ത് ഒരു ഡോക്യുമെന്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് വല്ല ഇമേജുകൾ കൊണ്ടുവരാം. അപ്പൊ നമ്മൾ പടം വരച്ചു കൊടുക്കണ്ട, നമുക്ക് ഇമേജസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിനകത്തുനിന്ന് നമുക്ക് ഏത് ഇമേജാ വേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഷേപ്പുകൾ വേണം. നമ്മളിപ്പോ മാത്സിന്റെ നമ്മൾ ഒരു ചെയ്തോണ്ടിരിക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ എന്തെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്തോണ്ടിരിക്കുക, അപ്പൊ അവിടെ ഒരു സർക്കിൾ വരയ്ക്കണം. നമ്മൾ കൈകൊണ്ട് വരയ്ക്കണ്ട, അവിടെ ഷേപ്പിന്റെ ഓപ്ഷനിൽ സർക്കിൾ അവിടെ കിടക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്തിടാം. നമ്മൾ എഴുതുന്ന ആ ഡോക്യുമെന്റിലേക്ക് ആ സർക്കിളിന്റെ പിക്ചർ എടുത്തിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നതിലേക്ക് ഇൻസേർട്ട് ചെയ്തിടാൻ പറ്റും. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ അല്ലേ, ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ ട്രയാങ്കിൾ പല പിക്ചേഴ്സ് ഒക്കെ ഉണ്ട്. അതിങ്ങനെ നമ്മൾ കമ്പ്യൂട്ടറിൽ എന്താ പറയാ ഇൻസേർട്ട് ചെയ്തിടുന്നത്, അത് അല്ലാതെ കൈകൊണ്ട് നമ്മൾ വരയ്ക്കുന്നതല്ല. അവിടെ ഈ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ നോക്കിയേ, ഇവിടെ എന്തൊക്കെയാ പറഞ്ഞേക്കുന്ന, യൂസേഴ്സ് ക്യാൻ ഇൻസേർട്ട് ഡിഫറെന്റ് ഒബ്ജക്ട് ഇൻ ടു ദർ ഡോക്യുമെന്റ്സ്. നമ്മൾ ആ എഴുതി വെച്ചേക്കുന്ന ഡോക്യുമെന്റ്സിലേക്ക് പല ഒബ്ജക്ട്സുകൾ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇമേജുകള്, നമ്മൾ എന്തെങ്കിലും പടങ്ങൾ ഉണ്ടെങ്കിൽ ഷേപ്പുകള്, ചാർട്ട് ആൻഡ് ടേബിൾ. ടേബിൾ വരയ്ക്കണം, നമുക്ക് അവിടെ ടേബിൾ വരയ്ക്കണം, 2 ടേബിൾ ആയിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് ടേബിൾ കൈകൊണ്ട് വരയ്ക്കണ്ട, എന്നിട്ട് ടേബിളിൽ നിന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടുന്ന് ടേബിൾ ഇൻസേർട്ട് ചെയ്തിടാം. ചാർട്ട് വരയ്ക്കണം, മാത്സിലൊക്കെ കാണാറില്ലേ ചാർട്ട് അല്ലെ, ചാർട്ട് വരയ്ക്കണമെങ്കിൽ ആ ചാർട്ട് നമുക്ക് അവിടെ ചാർട്ടിന്റെ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ചാർട്ടാണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്താൽ നമ്മൾ എഴുതുന്നതിലേക്ക് ഇൻസേർട്ട് ചെയ്തിടാൻ പറ്റും. നിങ്ങൾക്ക് പറയണത് മനസ്സിലാവുന്നില്ലേ? ഇത് തിയറി ആയതുകൊണ്ട് നമുക്കത് സിസ്റ്റം ഒക്കെ വീട്ടിലുള്ളവര് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഇതൊന്നും എടുത്തിട്ട് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാരും അതിനകത്തുണ്ട്. കമ്പ്യൂട്ടർ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് മോളിൽ നിന്ന് നമുക്കത് സെലക്ട് ചെയ്തെടുത്താൽ മതി എന്ന് മാത്രം. അപ്പൊ അത് നമ്മൾ വെറുതെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഡോക്യുമെന്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങള് ആ സിസ്റ്റത്തിൽ തന്നെ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ഏതാ ഒരു ഷേപ്പ് വരയ്ക്കണമെങ്കിൽ കൈകൊണ്ട് വരയ്ക്കണ്ട, എന്താ ഷേപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ചെന്ന് ഏത് ഷേപ്പാണോ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യുക, ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്തിടുക. ഓക്കെ, ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ അത്.
വേർഡ് പെർമിറ്റ്സ് റീസൈസിങ്. ഇനി നമുക്ക് എന്താ വലുപ്പമാറ്റം വരുത്താൻ, അതിൽ എന്തെങ്കിലും ചേഞ്ചുകൾ വരുത്തണമെങ്കിൽ റീസൈസിങ്, പൊസിഷനിങ്, എന്തെങ്കിലും പൊസിഷൻ ചെയ്യണമെങ്കിൽ ഫോർമാറ്റിംഗ്, രൂപഭേദം വരുത്തണമെങ്കിൽ ഒബ്ജക്ട്സിന്റെ, make it easy to move the visual appeal of the document. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ടു ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ അപ്പൊ ആ ഡോക്യുമെന്റ് പിക്ചർ ഒക്കെ വരുമ്പോ കുറച്ചും കൂടി അട്രാക്ഷൻ അല്ലേ. വെറുതെ കുറെ സെന്റൻസ് എഴുതുന്നതിനേക്കാള് പിക്ചർ ഒക്കെ കൂടി വരുമ്പോ നല്ല കളർഫുൾ ആവും അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്തിടാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമുക്കൊരു നല്ലൊരു വിഷ്വൽ അപ്പീല് നമുക്ക് ആ ഡോക്യുമെന്റ്സിന് കൊടുക്കാൻ പറ്റും. അതായത് ഇങ്ങനെയുള്ള ഓപ്ഷൻസുകളൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ അത് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡോക്യുമെന്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ ആ ഒരു ഡോക്യുമെന്റിന്റെ വിഷ്വൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് ടെംപ്ലേറ്റ്സ് ആൻഡ് തീംസ്. ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ മോഡലാണ്. അതിന്റെ ഒരു മോഡൽ ഉണ്ടെന്ന് ഡോക്യുമെന്റ്സിന്റെ ഞാൻ പറയാം. Word provides a wide range of templates and them for various document style including resumes. നമ്മൾ റെസ്യൂം ഉണ്ടാക്കാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു ലെറ്റർ എഴുതാണ്. ഫ്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ ലഘുലേഖകൾ, ഫ്ലയേഴ്സ് FLYERS, ലഘുലേഖകൾ. മോർ. അപ്പൊ ഇങ്ങനെ നമുക്കൊരു റെസ്യൂം ഉണ്ടാക്കണം. അപ്പൊ അവിടെ എന്തുണ്ടെന്ന് അറിയോ, സിസ്റ്റത്തിൽ ഉണ്ട്. റെസ്യൂം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പല റെസ്യൂംസിന്റെ ടെംപ്ലേറ്റ് ഉണ്ട്. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, മോഡൽ ഉണ്ട്. ഒരാൾ എഴുതണോലെ ആയിരിക്കൂലല്ലോ അല്ലെ. റെസ്യൂം ഒക്കെ തയ്യാറാക്കുമ്പോൾ അതിന്റെ ഒരു മോഡൽ അവിടെ കിടക്കുന്നുണ്ട്. അതിൽ ഏതാ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ളത്, ഏതാണോ വേണ്ടത് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് മാറ്റർ മാത്രം നമുക്ക് അടിച്ചു കൊടുത്താൽ മതി. അതായത് ഓൾറെഡി അവിടെ ഒരു മോഡൽ ഉണ്ട്. മോഡലാണ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ലെറ്റർ എഴുതണം. അപ്പൊ അത് ലെറ്ററിന്റെ ഓപ്ഷൻസിൽ പല ടൈപ്പ് ലെറ്റർ ഉണ്ട്. നമുക്കിപ്പോ ഒരു ഫോർമൽ ലെറ്റർ ആണ് നമുക്ക് എഴുതണമെങ്കിൽ അല്ലെ, അവിടെ അതിന്റെ ഓപ്ഷൻസ് ഉണ്ട്. അതായത് അതിന്റെ ഫോർമാറ്റ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പറ്റിയത് ഏതാന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് ആർക്ക് എഴുതേണ്ട, ഒരു പ്രിൻസിപ്പളിന് എഴുതേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ആ ഇത് ഓപ്ഷൻസുകൾ ആ ലെറ്റേഴ്സിന്റെ ഓരോന്ന് നോക്കുമ്പോ നമുക്ക് അതേ പ്രിൻസിപ്പാളിന് എഴുതുന്ന ഒരു ലെറ്റർ ആണെങ്കിൽ അതിന്റെ ഫോർമാറ്റ് അവിടെ കിടക്കുന്നുണ്ട്. അത് നേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇടുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ കണ്ടന്റ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് അതിന്റെ ഒരു ടെംപ്ലേറ്റ്, ഒരു മോഡൽ ഉണ്ടെന്നാ പറയുന്നത് കേട്ടോ. Word provide a wide range of templates that themes for various document type, including resumes, letters, flyers, and more. These templates offer pre-designed layout. One underline the sentence. These templates offer pre-designed layout and formatting that saves time and effort to the users. അപ്പൊ നമുക്ക് സമയം ലാഭിക്കാൻ പറ്റുമോ അല്ലെ? നമുക്ക് പ്രീ ഡിസൈൻഡ് ഒരു ലേഔട്ട് കിട്ടൂല അതിന്റെ. അതായത് നമ്മൾ പിന്നെ ആദ്യം മുതൽ ഫ്രം ട്യൂബ് എന്നൊക്കെ പറഞ്ഞ അടിച്ചു കൊടുക്കണ്ട. അവിടെ ഫ്രമും ട്യൂബ് ഒക്കെ ഉള്ള അവിടെ ഓൾറെഡി ആ ഫോർമാറ്റ് ഉണ്ട്. അത് നേരെ എടുത്തിടുക. നമ്മൾ അവിടെ കണ്ടന്റ് മാത്രം അയച്ചു കൊടുക്കാൻ, ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ മതി. അപ്പൊ ഇങ്ങനെ ഈ വേർഡില് എന്താ, ഈ ടെംപ്ലേറ്റ്സ് നമുക്ക് എന്താണ്, ഒരു പ്രീ ഡിസൈൻഡ് ലേഔട്ടുകള് പിന്നെ അവിടെ ഓൾറെഡി ഒരു മോഡൽ അവിടെ ഉണ്ട്. അത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദാറ്റ് സേവ്സ് ദ ടൈം ആൻഡ് എഫേർട്ട് ഫോർ യൂസേഴ്സ്. യൂസേഴ്സിന്റെ ടൈമും നമുക്ക് അത്ര എഫേർട്ട് എടുക്കണ്ട അല്ലെ. ടൈമും എഫേർട്ടുകളും എന്ത് ചെയ്യാൻ പറ്റും, ലാഭിക്കാൻ പറ്റും. നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ അല്ലെ, ബയോഡേറ്റ ഒക്കെ നിങ്ങൾ ചെയ്യാറില്ലേ അല്ലെ? നിങ്ങളുടെ ബയോഡേറ്റ, റെസ്യൂം ഇതൊക്കെ നേരെ നമുക്ക് ആ മോഡൽ, ഏത് മോഡലാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് അത് സെലക്ട് ചെയ്യുക. കണ്ടന്റ് നമ്മൾ അവിടെ അടിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ്, ഇതാണ് ആ വേർഡിന്റെ സ്ക്രീൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്തൊക്കെ കൊടുക്കുന്നത്. എന്നിട്ട് ഓരോ ടൂൾസ് ഇല്ലേ, അവിടെ നിന്ന് നമുക്ക് ഏതാണോ വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്തിട്ടാൽ മതി. സെലക്ട് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യാം. ഇൻസേർട്ടിംഗ് ഓപ്ഷൻ ഉണ്ട്. ഇൻസേർട്ടിംഗ് ആൻഡ് ഫോർമാറ്റിംഗ് ഓപ്ഷൻ വേർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കണം. ഫീച്ചേഴ്സ് ഏതൊക്കെയാന്ന് മനസ്സിലാക്കുക. യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ്, ഡോക്യുമെന്റ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ്, കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ്, റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻ,
spell check and grammar correction, inserting and manipulating objects, templates and themes. ഇനി നെക്സ്റ്റ് നോക്കിയേ, ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റലിലെ വേർഡ് എവിടേക്കാണ് ആപ്ലിക്കബിൾ, എവിടേക്കാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് വേർഡ്. ഫസ്റ്റ് ആണ് പേഷ്യന്റ് റെക്കോർഡ്. ഇതാണ് പേഷ്യന്റ് റെക്കോർഡ്. മൈക്രോസോഫ്റ്റ് വേർഡ് പെർമിറ്റ്സ് healthcare professional to and keep electronic patient records. നമ്മുടെ പേഷ്യൻസിന്റെ റെക്കോർഡില്ലേ അത് സിസ്റ്റത്തിൽ നമുക്ക് വെക്കാനായിട്ട്, ടൈപ്പ് ചെയ്യാനായിട്ട് ഈ വേർഡ് ഉപയോഗിക്കും. അതായത് വേർഡിലാണ് പേഷ്യന്റിന്റെ റെക്കോർഡുകളൊക്കെ കീപ്പ് ചെയ്യുന്നത്. കീപ്പ് ഇലക്ട്രോണിക് പേഷ്യന്റ് റെക്കോർഡ്. ഒന്നാമത്തെ എന്താ ആപ്ലിക്കബിലിറ്റി, എവിടെയാണ് ഈ വേർഡ് ഉപയോഗിക്കുന്നത്, എന്തിലാണ്, പേഷ്യന്റിന്റെ റെക്കോർഡ്. പേഷ്യന്റിന്റെ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത് വേർഡിലാണ്. അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. മൈക്രോസോഫ്റ്റ് വേർഡ് പെർമിറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ടു കീപ് ഇലക്ട്രോണിക് പേഷ്യന്റ് റെക്കോർഡ്. പേഷ്യന്റ് റെക്കോർഡ് കീപ്പ് ചെയ്യാനായിട്ട് മൈക്രോസോഫ്റ്റ് വേർഡ് അനുവദിക്കുന്നു. ദീസ് റെക്കോർഡ്സ് കൺസിസ്റ്റ് ഓഫ്, ഇനി ഈ റെക്കോർഡില് പേഷ്യന്റ് റെക്കോർഡ് എന്ന് പറഞ്ഞു, ഈ പേഷ്യന്റ് റെക്കോർഡില് എന്തൊക്കെ കാര്യങ്ങളുള്ളത്, പേഷ്യന്റ് ഡെമോഗ്രാഫിക്, പേഷ്യൻസിന്റെ ജനസംഖ്യാശാസ്ത്രം, മെഡിക്കൽ ഹിസ്റ്ററി, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി, ടെസ്റ്റ് റിസൾട്ട്, ടെസ്റ്റിന്റെ റിസൾട്ടുകള്, ഡയഗ്നോസിസ്, ഡയഗ്നോസിസ് ആണ് കേട്ടോ, DIAGNOSIS, ഡയഗ്നോസിസ്, അവരുടെ ഡയഗ്നോസ്റ്റിക് കാര്യങ്ങൾ, രോഗനിർണയ ഇത് റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ ഇല്ലേ അത്. ദെൻ ട്രീറ്റ്മെന്റ് പ്ലാൻ, എന്താണ് ട്രീറ്റ്മെന്റ് അതിന്റെ, ആൻഡ് പ്രോഗ്രസ് നോട്ട്സ്, അവരുടെ പ്രോഗ്രസിന്റെ ഇത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പേഷ്യന്റിന്റെ റെക്കോർഡ്സിൽ ഉൾപ്പെടുന്നതാണ്. ഈ റെക്കോർഡ്സിൽ വരുന്ന പേഷ്യന്റ് റെക്കോർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെച്ച്, ഡെമോഗ്രാഫിക്, മെഡിക്കൽ ഹിസ്റ്ററി, ടെസ്റ്റ് റിസൾട്ട്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് പ്ലാൻ ആൻഡ് പ്രോഗ്രസ് നോട്ട്സ്. Words formatting option enable the organization and the customization of patient information for easy reference and retrieval. ഇനി ഈ വേർഡിന്റെ ഫോർമാറ്റിംഗ് ഓപ്ഷൻ, ഫോർമാറ്റിംഗ് എന്ന് വെച്ചാൽ രൂപഭേദം വരുത്തുക എന്നുള്ളത്. നമ്മൾ ചെയ്യുന്നതിന്റെ പലതും ഫോർമാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ വേർഡിന്റെ ഫോർമാറ്റിംഗ് ഓപ്ഷൻ എന്ത് സാധ്യമാക്കുന്നു, എനേബിൾ ദ ഓർഗനൈസേഷൻ ആൻഡ് ദ കസ്റ്റമൈസേഷൻ ഓഫ് പേഷ്യന്റ് ഇൻഫർമേഷൻ. നമുക്കത് പെട്ടെന്ന് ഈ റെഫറൻസിന്, അതുപോലെ തന്നെ റിട്രൈവൽ, നമുക്കത് വീണ്ടെടുക്കാനും റെഫറൻസിനും ഒക്കെ പെട്ടെന്ന് ആ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഈ ഓർഗനൈസേഷനെയും കസ്റ്റമേഴ്സിനെയും ഒക്കെ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് പെട്ടെന്ന് നമുക്ക് എടുക്കാനും ഒക്കെ ഈ ഫോർമാറ്റിംഗ് ഓപ്ഷനിലൂടെ സാധ്യമാക്കുന്നു. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. ഇനി നെക്സ്റ്റ് നോക്കിയേ, മെഡിക്കൽ റിപ്പോർട്ട് ആൻഡ് ലെറ്റേഴ്സ്. ഇനി മെഡിക്കൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ, ലെറ്റേഴ്സ് തയ്യാറാക്കാനൊക്കെ വേർഡിന് പറ്റും. മൈക്രോസോഫ്റ്റ് വേർഡില് ലെറ്റേഴ്സ് തയ്യാറാക്കാനായിട്ട്, റിപ്പോർട്ടുകൾ തയ്യാറാക്കാനൊക്കെ വേർഡിന് പറ്റും. ഫിസിഷ്യൻ ആൻഡ് അതർ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ക്യാൻ യൂസ് ദ വേർഡ്. എന്തിനാ ഉപയോഗിക്കുന്നത് ഫിസിഷ്യനും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഒക്കെ? ടു ക്രിയേറ്റ് എ മെഡിക്കൽ റിപ്പോർട്ട്, ഒരു മെഡിക്കൽ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ. To create a medical report, to create a medical reports, referral letters, discharge summary and other clinical correspondence, കത്തിടപാടുകള്, correspondence. ഇതൊക്കെ ഇതിലൂടെ ചെയ്യാൻ പറ്റുമെന്നാ പറയുന്നത്, മൈക്രോസോഫ്റ്റ് വേർഡിലൂടെ ചെയ്യാൻ പറ്റും. അതൊരു ആപ്ലിക്കബിലിറ്റി ആണ്, വേർഡ് അപ്ലൈ ചെയ്യുന്നതാണ്. എന്തിന്? മെഡിക്കൽ റിപ്പോർട്ടുകള്, ലെറ്റേഴ്സ് തയ്യാറാക്കാൻ വേർഡ് ഉപയോഗിക്കുന്നു. അണ്ടർലൈൻ ചെയ്തോ. Use the Microsoft Word to create medical reports, referral letters, discharge summary and other clinical correspondence. ചികിത്സാ സംബന്ധമായിട്ടുള്ള കത്തിടപാടുകള്, അതാണ് ലെറ്റേഴ്സ്. അപ്പൊ അതൊക്കെ തയ്യാറാക്കുന്നത് മൈക്രോസോഫ്റ്റ് വേർഡിലാണ്. ഇനി അടുത്തതാണ് സോപ്സ് എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. Word is useful for generating and updating SOAPs within the hospital.
SOAPs എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്താ? ഒരു കൂട്ടം റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് ആണ്. പെർഫോമിംഗ് എ സ്പെസിഫിക് ടാസ്ക് ഇൻ എ മെഡിക്കൽ സെറ്റിംഗ്സ്. അതായത് ഹോസ്പിറ്റലിലൊക്കെ ടാസ്കുകൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു കൂട്ടം റിട്ടേൺ നിർദ്ദേശങ്ങളാണ് SOAPs എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അപ്ഡേറ്റ് ചെയ്യാനും ജനറേറ്റ് ചെയ്യാനും ഈ വേർഡ് യൂസ്ഫുൾ ആണ്, വേർഡ് ഉപയോഗിക്കുന്നു. എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് SOAPs എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റലില് നമുക്ക് ഓരോന്നിനും അല്ലെ ഓരോ ടാസ്കുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണം അതിനെക്കൊണ്ട് നിർദ്ദേശങ്ങളുണ്ട്. അങ്ങനെയുള്ള റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ആണ് SOAP എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ആ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അപ്ഡേറ്റ് ചെയ്യാനും ജനറേറ്റ് ചെയ്യാനും വേർഡ് ഉപയോഗപ്രദമാണ്. അണ്ടർലൈൻ ചെയ്തോട്ടോ സെന്റൻസ്. വേർഡ് ഈസ് യൂസ്ഫുൾ ഫോർ ജനറേറ്റിംഗ് ആൻഡ് അപ്ഡേറ്റിംഗ് SOAPs within hospital. These documents frame set by set instruction for various processes like infection control protocols, medication administration directives, and the emergency response procedure. അപ്പൊ ഈ SOAPs എന്ന് പറഞ്ഞാൽ എന്തുമായിട്ടൊക്കെ എന്തിനു വേണ്ടിയാ ഫ്രെയിം ചെയ്തേക്കുന്നത്? പല പ്രോസസ്സുകളെ അല്ലെ അതിന്റെ അവിടെ ഇങ്ങനെ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളുടെയും ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങള് അത് ഫ്രെയിം ചെയ്യാൻ ഈ ഡോക്യുമെന്റ് ഫ്രെയിം ചെയ്യുന്നു. These document frame set by set instruction by various process. ഏതൊക്കെ പ്രോസസ്സിനുള്ള ഏതൊക്കെ? ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾസ്. അപ്പൊ നമ്മള് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോളുകള്, മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഡയറക്റ്റീവ്സ് എന്ന് വെച്ചാൽ ഗൈഡ് ലൈൻസ് ആണ് ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത്, ഗൈഡ് ലൈൻസ്. ആൻഡ് എമർജൻസി റെസ്പോൺസ് പ്രൊസീജിയർ, എമർജൻസി റെസ്പോൺസ് പ്രൊസീജിയർ ഇങ്ങനെയുള്ള കാര്യങ്ങള് അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങള് എന്നീ ഡോക്യുമെന്റ്സുകള് നമുക്ക് ഈ വേർഡിലൂടെ ഫ്രെയിം ചെയ്യാൻ പറ്റും, രൂപീകരിക്കാൻ പറ്റും. Infection control protocol, medication administration guidelines, and the emergency response procedure. തുടങ്ങിയ ഡോക്യുമെന്റുകൾ ഇതേക്കുറിച്ചുള്ള ഡോക്യുമെന്റ് നമുക്ക് ഈ മൈക്രോസോഫ്റ്റ് വേർഡിൽ ഫ്രെയിം ചെയ്യാൻ പറ്റും, രൂപീകരിക്കാൻ പറ്റും. അത് ഫസ്റ്റ് സെന്റൻസ് അതിലൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഡാഷ് ഈസ് യൂസ്ഫുൾ ജനറേറ്റിംഗ് ആൻഡ് അപ്ഡേറ്റിംഗ് SOAPs വിത്തിൻ ഹോസ്പിറ്റൽ. ഏതാണ്? വേർഡ് ആണ്, മൈക്രോസോഫ്റ്റ് വേർഡ്. ഇനി അടുത്തതാണ് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ ആയിട്ട് ഒരു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വേർഡ് മൈക്രോസോഫ്റ്റ് വേർഡ് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വേർഡ് ക്യാൻ ബി യൂസ്ഡ് ടു എക്സ്പാൻഡ് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ ഫോർ പേഷ്യൻസ്. പേഷ്യൻസിന് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട്, അതായത് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് ഈ വേർഡിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ലൈക്ക് ബ്രോഷേഴ്സ്, ബ്രോഷറുകൾ കൊടുക്കാം അല്ലെ, അവർക്ക് ഇപ്പം എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ബ്രോഷേഴ്സ് കൊടുക്കാം. ഹാൻഡ് ഔട്ട്സ്, ഹാൻഡ് ഔട്ട് എന്ന് വെച്ചാൽ പ്രസിദ്ധീകരണങ്ങള്, എന്തെങ്കിലും മാസികകളോ പോലെയൊക്കില്ലേ, അങ്ങനത്തത് നമുക്ക് ഈ വേർഡിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഹാൻഡ് ഔട്ട്സ്, പ്രസിദ്ധീകരണം. ആൻഡ് ഇൻഫോർമൽ ലീഫ്ലെറ്റ്സ്, ഇൻഫോർമൽ ലീഫ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻഫോർമൽ ആയിട്ടുള്ള ലഘുലേഖകൾ അല്ലെ. അപ്പൊ എന്താ ഉദ്ദേശം? എന്താ? പേഷ്യൻസിന് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ മൈക്രോസോഫ്റ്റ് വേർഡില് നമുക്ക് അങ്ങനെ കുറച്ച് കണ്ടന്റ് കൊടുത്ത്, പിക്ചർ കൊടുത്ത്, അങ്ങനെ ഒരു ബ്രോഷറൊക്കെ നമുക്ക് വേർഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. എഡ്യൂക്കേഷൻ മെറ്റീരിയൽ ആയിട്ടും വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ബ്രോഷറുകള്, ഹാൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഗൈഡ് ലൈൻസ് കൊടുക്കാനായിട്ട്, ഇൻഫോർമൽ ലീഫ്ലെറ്റ്സ്, ഇൻഫോർമൽ ആയിട്ടുള്ള ലഘുലേഖകള്, ഇതൊക്കെ വേർഡിലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ക്യാൻ ജനറേറ്റ് വിഷ്വലി എൻഗേജിംഗ് ആൻഡ് informative documents to teach patient about the various medical conditions and പിന്നെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ, പ്രിവെന്റീവ് മെഷേഴ്സ് ആൻഡ് ലൈഫ്സ്റ്റൈൽ ചേഞ്ചസ്. പിന്നെ അതുകൂടാതെ ഈ ഹെൽത്ത് കെയർ പ്രൊഫഷണൽമാർക്ക് നമുക്ക് ഈ പേഷ്യൻസിനെ എന്ത് ചെയ്യാം, നമുക്ക് ഈ അവർക്കൊരു എന്താ പറയാ, അവർക്കൊരു എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട്, അവർക്കൊരു മെഡിക്കൽ കണ്ടീഷൻസ് എങ്ങനെയാണ് അത് നമുക്ക് കാണിച്ചു കൊടുക്കാം.
ട്രീറ്റ്മെന്റിന്റെ ഓപ്ഷൻസ്. അപ്പൊ നേരെ നമുക്ക് സിസ്റ്റത്തില് ആ വേർഡ് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാല് അതിലൂടെ നമുക്ക് ഇങ്ങനെ ബുക്കിലൊന്നും കാണിച്ചു കൊടുക്കണമെന്നില്ല അല്ലെ. ട്രീറ്റ്മെന്റ് ഓപ്ഷൻസുകൾ എന്തൊക്കെയാ, നമുക്ക് ഇന്ന ഓപ്ഷൻസ് ഉണ്ട്, ഇന്ന ട്രീറ്റ്മെന്റുകൾ ചെയ്യാം. അതുപോലെ പ്രതിരോധ നടപടികള്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഇങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള എന്താ പറയാ കാര്യങ്ങള് പേഷ്യൻസിന് ഇൻഫോർമേഷൻ കൊടുക്കാനും നമുക്ക് അങ്ങനെ ഇൻഫർമേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ഡോക്യുമെന്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാനും ഈ വേർഡിലൂടെ സാധിക്കുന്നു. ജനറേറ്റ് ചെയ്യാൻ സൃഷ്ടിക്കാം. വിഷ്വലി എൻഗേജിങ്, അതായത് നമുക്ക് വിഷ്വലി നമുക്ക് എന്താ പറയാ നമുക്ക് നല്ല കാഴ്ചക്കൊക്കെ നല്ല ഇതായിട്ടുള്ള കാര്യങ്ങളെ അവർക്കൊരു ടീച്ചിങ് കൊടുക്കാം. അങ്ങനെ അവർക്കൊരു എഡ്യൂക്കേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ഡോക്യുമെന്റ്സുകളും നമുക്ക് ഈ വേദിയിലൂടെ ഈ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് സൃഷ്ടിക്കാൻ പറ്റും. അടുത്തതാണ് അഞ്ചാമത്തെ ഒരു ആപ്ലിക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻസ്. ഗവേഷണങ്ങൾക്ക്, പ്രസിദ്ധീകരണങ്ങൾക്ക് ഒക്കെ ഈ വേർഡ് ഉപയോഗിക്കാം. Backup the creation of research papers, case studies and scientific articles. ഇതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് റിസർച്ച് പേപ്പറുകള്, കേസ് സ്റ്റഡീസ്, സയന്റിഫിക് ആർട്ടിക്കിൾസ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യാനായിട്ട് വേർഡിലൂടെ സാധിക്കുന്നു. ഇങ്ങനെയുള്ള ഡോക്യുമെന്റ്സുകളൊക്കെ നമുക്ക് ഇതുപോലെ നമുക്ക് ടൈപ്പ് ചെയ്തും ഒക്കെ നമുക്ക് വേർഡിലൂടെ എടുക്കാൻ പറ്റും. Then അടുത്തതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്സ്, ഭരണപരമായിട്ടുള്ള ഡോക്യുമെന്റ്സുകൾ. ഹോസ്പിറ്റൽ ക്രിയേറ്റ് എ വൈഡ് റേഞ്ച് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്സ് ദാറ്റ് ഇൻക്ലൂഡ് എന്തൊക്കെയാ മെമ്മോസ്, മീറ്റിംഗ് മിനിറ്റ്സ്, പോളിസീസ് ആൻഡ് ബഡ്ജറ്റ് റിപ്പോർട്ട്. അപ്പൊ അങ്ങനെയുള്ള ഭരണപരമായിട്ടുള്ള ഡോക്യുമെന്റ്സും ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ വേർഡിലൂടെ സാധിക്കും. അപ്പൊ എന്തിനൊക്കെയാണ് ഈ മൈക്രോസോഫ്റ്റ് വേർഡ് ഹോസ്പിറ്റലില് ഉപയോഗിക്കുന്നത് അതാണ് നമ്മൾ ഈ പറയുന്നത്. ആ പോയിന്റുകൾ നോക്കി വെക്കുക കേട്ടോ, പോയിന്റുകൾ നോക്കുക. പിന്നെ അതിനകത്ത് ഓരോന്നും ഏതിനാണെന്നുള്ളത് വേർഡാണ് ഉപയോഗിക്കുന്നത് ആ കാര്യം കൂടി നോക്കി വെക്കുക. പേഷ്യന്റിന്റെ റെക്കോർഡ് സൃഷ്ടിക്കാൻ, മെഡിക്കൽ റിപ്പോർട്ടുകൾ, ലെറ്റേഴ്സ് തയ്യാറാക്കാൻ മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിക്കും. SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ തയ്യാറാക്കാൻ, പിന്നെ എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് ആയിട്ട് അല്ലെ നമുക്ക് പേഷ്യൻസിന് വേണ്ട എഡ്യൂക്കേഷൻ കൊടുക്കാൻ അതിനുള്ള പ്രോസസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് വേർഡ് ഉപയോഗിക്കും. വേർഡിലൂടെയാണ് അത് ചെയ്യുന്നത്. പിന്നെ റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്സുകൾ തയ്യാറാക്കാൻ ഉപയോഗിക്കും. ആപ്ലിക്കബിലിറ്റി ഒന്ന് നോക്കി വെക്കണം കേട്ടോ, ആ പോയിന്റ്സുകൾ നോക്കി വെച്ചാൽ മതി. ഇനി അടുത്തതാണ് രണ്ടാമത്തത് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ആദ്യത്തെ വേർഡാണ് പഠിച്ചത് കേട്ടോ, അത് ടൈപ്പ് ചെയ്യാനാണ് കേട്ടോ. വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ഒന്നാമത്തെ സെന്റൻസ്. രണ്ടാമത്തെ നോക്കി ഇതുപോലെ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഈസ് എ ബ്രോഡ്ലി യൂസ്ഡ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ. ഏതാണ്? presentation software ആണ്. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഈസ് എ ബ്രോഡ്ലി യൂസ്ഡ് presentation software developed by മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു presentation software ആണ് ഏത്? മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഈസ് എ ബ്രോഡ്ലി യൂസ്ഡ് presentation, പ്രസന്റ് ചെയ്യാൻ, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനായിട്ട് ഈ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിലൂടെ സാധിക്കും. അണ്ടർലൈൻ ചെയ്തിട്ട് എല്ലാവരോടെ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. പി വെച്ചിട്ട് നോക്കാം. പവർ പോയിന്റ് പ്രസന്റേഷൻ ഓർത്ത് വെക്കാലോ. പ്രസന്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഇപ്പൊ സെമിനാറുകളോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് ഈ പവർ പോയിന്റിൽ നമുക്ക് പ്രസന്റ് ചെയ്യാം. ഓക്കെ, പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് പവർ പോയിന്റ്, ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. ഇവിടെ ഇങ്ങനെ തന്നെ ചോദിക്കും കേട്ടോ. ഡാഷ് ഈസ് എ ബ്രോഡ്ലി യൂസ്ഡ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. അപ്പൊ ഓപ്ഷൻ ഉണ്ടാവും മൈക്രോസോഫ്റ്റ് വേർഡ്, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്, മൈക്രോസോഫ്റ്റ് എക്സൽ. 3 ഓപ്ഷൻ അവിടെ കിടക്കും. ഒരെണ്ണം നൺ ഓഫ് ദ മൂന്നായിരിക്കും
അല്ലെങ്കിൽ ഓൾ ഓഫ് ദ എബോവ് എന്നൊക്കെ ആയിരിക്കും. മൂന്നെണ്ണത്തിന് നോക്കി വെക്കുക. ഈ പവർ പോയിന്റ് എന്ന് പറയുന്നത് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഇറ്റ് പെർമിറ്റ്സ് യൂസേഴ്സ് ടു ജനറേറ്റ്, എഡിറ്റ് ആൻഡ് ഡെലിവർ ഡൈനാമിക് ആൻഡ് വിഷ്വലി എൻഗേജിംഗ് പ്രസന്റേഷൻ. അല്ലെ, അത് നമ്മള് ഈ മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ചെടുത്ത ഒരു സോഫ്റ്റ്വെയർ ആണ്. അതെങ്ങനെയാ നമുക്ക് കുറച്ചും കൂടി ഒരു ഈ ചലനാത്മകമായിട്ടുള്ള ഡെലിവർ ഡൈനാമിക് ആൻഡ് വിഷ്വലി എൻഗേജിംഗ് പ്രസന്റേഷൻ, കുറച്ചും കൂടി ചലനാത്മകമായിട്ടുള്ള ദൃശ്യപരമായിട്ടുള്ള അവതരങ്ങൾ സൃഷ്ടിക്കാനും എഡിറ്റ് ചെയ്യാനും അത് ഡെലിവർ ചെയ്യാനും ഒക്കെ യൂസേഴ്സിനെ സാധിക്കുന്നു. അതായത് ഇവിടെ നമുക്ക് പല സ്ലൈഡുകളാണ് അവിടെ കിടക്കുന്നത്. ഓരോ സ്ലൈഡുകൾ ഉണ്ട്. നമുക്കിപ്പോ നിങ്ങൾ സെമിനാറുകളൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലെ, അത് പവർ പോയിന്റിലാണ് ചെയ്യുന്നേ സെമിനാറുകള്. അപ്പൊ നമ്മളിപ്പോ ഈ സ്കൂളിലും കോളേജിലും നിങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെമിനാറുകളൊക്കെ ചെയ്യാറില്ലേ, അസൈൻമെന്റുകള്, ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് പവർ പോയിന്റ് ചെയ്യാം. അപ്പൊ കുറച്ചും കൂടി വിഷ്വലി നല്ല ഭംഗിയായിരിക്കും വെറുതെ ടൈപ്പ് ചെയ്യുന്നേക്കാളും. നമുക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട ഒരു ആ സ്ലൈഡ് എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേ രീതിയിൽ നല്ല കളറുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിന് പറയുന്ന ഓരോ സ്ലൈഡ് എന്നാ പറയുന്നത്. അപ്പൊ അതിപ്പോ നമുക്ക് ഒരു വെൽക്കം, അതായത് വേണ്ട നമ്മളിപ്പോ അസൈൻമെന്റ് ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട് പേജിൽ നമ്മൾ അസൈൻമെന്റ് എഴുതൂലേ അല്ലെ, സബ്മിറ്റഡ് ബൈ അല്ലെങ്കിൽ സബ്മിറ്റഡ് ടു, ആർക്കാണ് സബ്മിറ്റ് ചെയ്യുന്നത്, സബ്മിറ്റഡ് ബൈ നമ്മുടെ പേരും ഒക്കെ ആദ്യം ഫ്രണ്ട് പേജിൽ നമ്മൾ കൊടുക്കൂലേ. അത് വേണമെങ്കിൽ ഇത് നമുക്ക് ഈ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അവിടെ അതിന്റെ പിക്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഏതാണോ നമുക്ക് ഏത് രീതിയിൽ കൊടുക്കണം അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ കൊടുക്കണം, കുറച്ചും കൂടി വിഷ്വലി നല്ല ഭംഗിയിലായിരിക്കും. അപ്പൊ എല്ലാ പേജുകളും നമുക്ക് ആ സ്ലൈഡില് ആ ഒരു ഡിസൈൻ ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാൻ പറ്റും. ഇത് സിസ്റ്റം ഉള്ളവര് നിങ്ങൾ നോക്കുക. വേണ്ട സിസ്റ്റം വേണമെന്നില്ല, നിങ്ങളുടെ ഇതില്ലേ നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾ കയറി നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. അപ്പൊ അതിന്റെ ഓരോ സ്ലൈഡുകളും അതിനകത്ത് ചെയ്യണത് എങ്ങനെയാണെന്നും കാണിച്ചു തരും. അത് നോക്കാലോ നിങ്ങൾക്ക്. ഫോണിൽ ചെയ്യാം, അതാ പറഞ്ഞത്, ഫോണിൽ ചെയ്യാം. നമുക്ക് വേണ്ടിട്ടുണ്ട് ഫോണിൽ ചെയ്യാം, അല്ലെങ്കിൽ യൂട്യൂബിൽ അവർ ചെയ്തത് ഇട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് കുറച്ചും കൂടി കാണാൻ പറ്റും. ഇത്രേ ഉള്ളൂ, ഓരോ സ്ലൈഡുകളാണ്. നമുക്ക് ഏതാ ഇഷ്ടപ്പെട്ടത്, ഏത് സ്ലൈഡ്, അതായത് ചിലതിപ്പോ ലൈറ്റ് ഷെയ്ഡുകളൊക്കെ ആയിരിക്കും. അപ്പൊ അത് ആ സംഭവം അവിടെ ഉണ്ട്. അതിനകത്ത് കണ്ടന്റ് മാത്രം നമ്മൾ കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ കണ്ടന്റ് ആദ്യം തന്നെ ഈ പവർ പോയിന്റ് എടുക്കുക, എന്നിട്ട് നമുക്ക് കണ്ടന്റ് എഴുതി കൊടുക്കാം അല്ലെ. ആ സ്ലൈഡ് ഏതാന്ന് വെച്ചാൽ കണ്ടന്റ് നമുക്ക് എഴുതി അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ കണ്ടന്റ് എഴുതിയിട്ട് നമുക്ക് ആ സ്ലൈഡ് ഏത് സ്ലൈഡിലേക്ക് വേണം അത് അങ്ങനെ ആക്കി കൊടുക്കാം. എല്ലാവരും ഫോണിലൊന്ന് നോക്കാം കേട്ടോ. ഫോണില്ലാത്തവർ ആരും ഇല്ലല്ലോ എന്തായാലും. ഫോണില് യൂട്യൂബിൽ കയറി കഴിഞ്ഞാല് നമുക്ക് അവർ ചെയ്യുന്നത് കാണാൻ പറ്റും. അതിനകത്ത് എന്താ പവർ പോയിന്റിൽ ഓരോ സ്ലൈഡ് ക്രിയേഷൻ, അതാണ് ഒന്നാമത്തെ അതിന്റെ ഫീച്ചർ കേട്ടോ. Here are some main features and benefits of MS PowerPoint. മൈക്രോസോഫ്റ്റ് പവർപോയിന്റിന്റെ ഫീച്ചേഴ്സ് ആണ് ഈ താഴെ കൊടുത്തേക്കുന്നത്. ഓക്കെ, സ്ലൈഡ് ക്രിയേഷൻ, സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. PowerPoint exerts a user-friendly interface for generating slides. ഇത് ആദ്യം നമ്മൾ വേർഡ് പറഞ്ഞ പോലെ തന്നെ യൂസർ ഫ്രണ്ട്ലി ആണ്. അതായത് യൂസറിന് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്, ഫ്രണ്ട്ലി ആണ്. യൂസേഴ്സ് ക്യാൻ ഈസിലി ആഡ് ടെക്സ്റ്റ്, ഇമേജസ്, ഷേപ്സ്, ചാർട്ട് ആൻഡ് മൾട്ടിമീഡിയ എലമെന്റ്സ് ഇൻ ടു സ്ലൈഡ്. കണ്ടോ, നമ്മളൊരു സ്ലൈഡ് എടുത്തു, ആ സ്ലൈഡിലേക്ക് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ആ സ്ലൈഡ് എടുത്തിട്ട് നമുക്ക് എഴുതി കൊടുക്കാം. അതുപോലെ എന്തെങ്കിലും ഇമേജ് കയറ്റണോ, ഷേപ്പ് വയ്ക്കണോ, ചാർട്ട് വരയ്ക്കണോ, ഇതെല്ലാം നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. ഫസ്റ്റത്തെ സെന്റൻസ് അതിലൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. സ്ലൈഡ് എന്ന് പറയുമ്പോ തന്നെ നമുക്ക് പവർ പോയിന്റ് ആണ് ഓർമ്മ വരണം. PowerPoint extends a user-friendly interface for generating slides. സ്ലൈഡുകളാണ് അവിടെ ഇതാക്കുന്നത്. ഈ സ്ലൈഡില് നമുക്ക് ഈ ടെക്സ്റ്റ്, ഇമേജ്, ഷേപ്സ്, ചാർട്ട് ഇതെല്ലാം നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. Which enable them to carry information in an effective way. അത് നമുക്ക് എന്ത് സാധ്യമാക്കുന്നു? ടു ക്യാരി ഇൻഫർമേഷൻ, ഒരു ഫലപ്രദമായ രീതിയിൽ ഇൻഫർമേഷൻ നടപ്പിലാക്കാനും സാധ്യമാക്കുന്നു. Which enable them to carry information in an effective manner. അടുത്താണ് സ്ലൈഡ് ഫോർമാറ്റിംഗ് ഓപ്ഷൻ. ഇനി അതിനെ ഫോർമാറ്റ് ചെയ്യാൻ, രൂപഭേദം വരുത്താനുള്ള ഇതുണ്ട്.
PowerPoint offers a wide reach of formatting option to customize the appearance of slide. So users can apply themes. നമുക്ക് എന്തെങ്കിലും നമുക്ക് തീമുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് രൂപഭേദം വരുത്താം. Alter fonts, ഫോണ്ട് നമ്മുടെ ആ ഫോണ്ട് ഏത് ഫോണ്ട് വേണം, നമ്മൾ എഴുതുന്ന ലെറ്ററിൽ ഏത് ടൈപ്പ് ആയിരിക്കണം, നമ്മൾ സ്ലാങ് ചെയ്ത് വേണോ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ആണ് അല്ലെ, അത് ഫോണ്ട് എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സ് ഇല്ലേ, ആവണിയിൽ എഴുതുന്ന ലെറ്റേഴ്സ് നമുക്ക് ഏത് ഫോണ്ടിൽ കൊടുക്കണം, അത് അതിന് ഫോണ്ടിന്റെ ഓപ്ഷൻസ് ഉണ്ട്. അത് ഫോണ്ട് നമുക്ക് ഇപ്പൊ വലുതാക്കി കൊടുക്കണോ ചെറുതാക്കി വേണോ. പിന്നെ ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ ഹെഡിങ് ഒക്കെ ഇച്ചിരി വലുതല്ലേ, താഴെ കണ്ടന്റ് നമ്മൾ ചെറുതാക്കിയല്ലേ കൊടുക്കുന്നത് അല്ലെ, ഹെഡിങ് ഫോണ്ട് വലുതാക്കി ഫോണ്ട് സൈസ് കൂട്ടും, അവിടെ ഫോണ്ടിന്റെ സൈസ് കൂട്ടി കൊടുക്കും. താഴെ എഴുതുന്ന കണ്ടന്റിന്റെ ഫോണ്ടിന്റെ സൈസ് കുറച്ച് മതി. അത് പിന്നെ കളറുകള് ഏത് കളറിൽ നമ്മൾ എഴുതണം, ബാക്ക്ഗ്രൗണ്ട് ആൻഡ് യൂസ് ട്രാൻസിഷൻസ് ആൻഡ് ആനിമേഷൻ ടു ഇംപ്രൂവ് വിഷ്വൽ അപ്പീൽ ആൻഡ് എൻഗേജ് ദ ഓഡിയൻസ്. കണ്ടോ, അപ്പൊ ആനിമേഷൻസ് ഒക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എന്താണ് നമുക്ക് വിഷ്വൽ അപ്പീല് നമുക്ക് എന്താ പറയാ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് എൻഗേജ് ദ ഗൈഡ്ലൈൻസ്. അപ്പൊ എൻഗേജ് ദ ഓഡിയൻസ്, നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഓഡിയൻസിന്റെ ശ്രദ്ധ നമുക്ക് കുറച്ചുകൂടി എന്താ പറയാ അട്രാക്ട് ചെയ്യാനും പറ്റും അല്ലെ. കുറെ പാരഗ്രാഫായിട്ട് കട്ടിപിടിച്ച് കിടക്കണേക്കാളും ഇങ്ങനെയുള്ള പിക്ചറുകളൊക്കെ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടുകൾ വെച്ചിട്ട് ആനിമേഷൻ ഒക്കെ ചെയ്തിട്ട് നമ്മൾ വരുമ്പോ കുറച്ചുകൂടി അവര് അതിൽ അട്രാക്റ്റഡ് അല്ലേ, കുറച്ചുകൂടി അട്രാക്റ്റഡ് അല്ലേ, കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും അവർക്ക് ആ കാര്യങ്ങൾ കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇതൊന്നൊന്ന് നോക്കണം കേട്ടോ, നിങ്ങൾ PowerPoint ഫോണിലൊന്ന് നോക്കാം കേട്ടോ. യൂട്യൂബിൽ കയറി നോക്കിയാലും മതി. അപ്പൊ അവർ ചെയ്തിട്ടേക്കുന്ന സ്ലൈഡുകളും എങ്ങനെയാണ് അത് നമ്മൾ ചെയ്യണേന്നുള്ളതും കറക്റ്റ് കാണാൻ പറ്റും. അടുത്തതാണ് സ്ലൈഡ് ലേഔട്ട്. സ്ലൈഡ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സ്ലൈഡിൽ നമ്മൾ എഴുതുന്ന ആ ടെക്സ്റ്റ്, അതുപോലെ തന്നെ പിക്ചറുകള്, വീഡിയോ, ചാർട്ട് തുടങ്ങിയ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി നമുക്ക് അവിടെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാവും. അത് വെച്ചിട്ട് ക്രമീകരിക്കുന്ന രീതി, ആ ടെംപ്ലേറ്റ് അതായത് ആ മോഡൽ ഉണ്ടാവും, അത് വെച്ചിട്ട് നമ്മൾ ക്രമീകരിക്കുന്ന രീതിയാണ് സ്ലൈഡ് ലേഔട്ട് എന്ന് പറയുന്നത്. അത് നോക്കിയേ, PowerPoint provide a slide layout designed previously. കണ്ട, മുൻകൂട്ടി അത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടാണ്. അങ്ങനെയുള്ള അതാണ് സ്ലൈഡ് ലേഔട്ട് എന്ന് പറയുന്നത്. അത് മേക്കിംഗ് ഇറ്റ് ഈസി ടു ജനറേറ്റ് കൺസിസ്റ്റന്റ് ആൻഡ് പ്രൊഫഷണൽ ലുക്കിംഗ് പ്രസന്റേഷൻ. അതെന്താ നമുക്ക് സ്ഥിരമായിട്ട്, അപ്പൊ അത് അങ്ങനെ അവിടെ ഓൾറെഡി പ്രീ ഡിസൈൻഡ് ആണ്, പ്രീവിയസ്ലി ഡിസൈൻ ചെയ്ത് വെച്ചേക്കണാണ്. ആ സംഭവം നമ്മൾ എടുത്തുകൊണ്ടുവന്ന അതിലിപ്പോ നമ്മള് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോ എന്റെ പേര് മാത്രം അതിലേക്ക് ആഡ് ചെയ്താൽ മതി, മാറ്ററൊക്കെ ചിലപ്പോ സെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ ആ പേര് മാത്രം അവിടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ ഓൾറെഡി അവിടെ ഡിസൈൻ ചെയ്തതായതുകൊണ്ട് നമുക്ക് എന്താ പറയാ, നമ്മുടെ സ്ഥിരമാണ്. അതുപോലെ നല്ലൊരു പ്രൊഫഷണൽ ലുക്കിംഗ് പ്രസന്റേഷൻ നമുക്ക് അതിൽ കൂടെ എന്താ പറയാ കിട്ടുകയും ചെയ്യും. അതൊന്നാമത്തെ ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. സ്ലൈഡ് ഫോർമാറ്റിംഗിന്റെ ഫസ്റ്റ് സെന്റൻസ് ഇട്ടോ, അവിടെയൊക്കെ നമുക്ക് ചോദിക്കാം, ഡാഷ് ഓഫേഴ്സ് എ വൈഡ് റീച്ച് ഓഫ് ഫോർമാറ്റിംഗ് ഓപ്ഷൻ ടു കസ്റ്റമൈസ്ഡ് ഇൻ എ അപ്പിയറൻസ് ഓഫ് സ്ലൈഡ് എന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് അത് ഏതാണെന്ന് അറിയാം, PowerPoint ആണ്. അടുത്തതിൽ നോക്കിയേ, ഡാഷ് പ്രൊവൈഡ്സ് എ സ്ലൈഡ് ലേഔട്ട് ഡിസൈൻഡ് പ്രീവിയസ്ലി. ഏതാ? PowerPoint. സ്ലൈഡ് എന്ന് കാണുമ്പോ തന്നെ നിങ്ങൾ PowerPoint എന്നുള്ളത് ഓപ്ഷൻ നോക്കാം കേട്ടോ, അതാണ് കറക്റ്റ് വരുന്നതിലുള്ളത്. Users can select from variety of layout from listing slides, content slide, comparison slide, and more, saving time and effort in slide design. അപ്പൊ ആ സ്ലൈഡ് ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്ക് കുറേ സമയം നമുക്ക് ലാഭിക്കാം, എഫേർട്ട് നമുക്ക് കുറയ്ക്കാനും പറ്റും. അതായത് പല തരത്തിലുള്ള സ്ലൈഡുകൾ ഉണ്ട് അവിടെ. വെറൈറ്റി ഓഫ് ലേഔട്ട്സ് ഫോർ ലിറ്റിൽ സ്ലൈഡ്, ചെറിയ സ്ലൈഡുകള്, കണ്ടന്റ് കാണിക്കുന്ന കണ്ടന്റ് സ്ലൈഡ് ഉണ്ട്. അടുത്ത കമ്പാരിസൺ സ്ലൈഡ്സ്, രണ്ടിനെയും കമ്പയർ ചെയ്യുന്ന രീതിയിലുള്ള സ്ലൈഡ്സ് ഉണ്ട്. ആൻഡ് മോർ, അതാണ് ടൈറ്റിൽ സ്ലൈഡ് ഉണ്ട്, ടൈറ്റിലും ആൻഡ് കണ്ടന്റ് സ്ലൈഡ് ഉണ്ട്.
ടൈറ്റിലും കണ്ടന്റും ഉള്ള സ്ലൈഡ് ഉണ്ട്, കമ്പാരിസൺ സ്ലൈഡ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പല വെറൈറ്റി ഓഫ് ലേഔട്ട്സ് നമുക്ക് അതിൽ കിട്ടും, സ്ലൈഡ് ലേഔട്ടിൽ ഉണ്ട്. അത് ഓൾറെഡി അവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ നേരെ അത് എടുത്തിട്ടാ മതി. അതിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ച്, ഇപ്പൊ നമ്മുടെ പേരോ അഡ്രസ്സോ അല്ലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കൊടുക്കേണ്ടെങ്കിൽ അത് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. അതിന്റെ ഫോർമാറ്റ് അവിടെ ഓൾറെഡി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ടൈമും എഫേർട്ടും നമുക്ക് സ്ലൈഡ് ഡിസൈൻ ചെയ്യുന്നതിന് നമ്മൾ ഡിസൈൻ ചെയ്യണ്ട, ഓൾറെഡി സ്ലൈഡ് ഇട്ട ലേഔട്ട് അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ടൈമും എഫേർട്ടും നമുക്ക് ലാഭിക്കാൻ പറ്റും. അടുത്ത നോക്കി, അടുത്ത ഇത് മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ. മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ. Multimedia integration. PowerPoint permit that insertion of multimedia elements like image, audio, video, files. ഇതൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ സംയോജിപ്പിക്കുക. ഒന്നിലധികം കാര്യങ്ങള് എന്താണ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഈ നമുക്ക് ഈ പവർ പോയിന്റ് ഹെൽപ്ഫുൾ ആണെന്ന്. പവർ പോയിന്റ് പെർമിറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, അനുവദിക്കുക. PowerPoint permit the insertion of the multimedia elements, ഏതൊക്കെയാ, image, audio and video files. This make users able to incorporate the visual and authority aids into the presentation, making them more interactive and engaging. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇത് നമുക്ക് അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക്, യൂസേഴ്സിന് അവരുടെ അവതരണത്തിൽ വിഷ്വൽ ആയിട്ടുള്ള ഒരു അതോറിറ്റി എയ്ഡ്സുകള് ഉൾപ്പെടുത്താനും അവരെ കൂടുതൽ ഇന്ററാക്റ്റീവും എൻഗേജിംഗ് എന്ന് വെച്ചാൽ കൂടി മനോഹരമാക്കാനും ഒക്കെ പറ്റുന്നു. കുറച്ചും കൂടി എന്താ വേർഡിൽ ചെയ്യുന്നതിനേക്കാളും ഈ സ്ലൈഡിൽ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ആ പ്രസന്റേഷൻ, നമ്മുടെ പ്രസന്റേഷൻ എന്താണ് ഇന്ററാക്റ്റീവ്, കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് ആവാനും അതുപോലെ എൻഗേജിങ് കുറച്ചും കൂടി മനോഹരമാക്കാനും പറ്റുന്നു. അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. അതിന് dash permit the insertion of multimedia elements like imaging, audio and video files, etc. Overall, Microsoft PowerPoint provide a powerful ground for generating visually appealing and impactful presentation. അപ്പൊ മൊത്തത്തിൽ നമ്മൾ എന്താ പറയുന്നത്, ചുരുക്കി നമ്മൾ പറയുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് എ പവർഫുൾ ഗ്രൗണ്ട്, നല്ല ശക്തിയായ ഒരു അടിത്തറയാണ്. എന്തിന്, ഫോർ ജനറേറ്റിംഗ് വിഷ്വലി അപ്പീലിംഗ്. നമുക്ക് എപ്പോഴും കണ്ണിന് കാണാനായിട്ട് മനോഹാരിത എന്ന് പറഞ്ഞ ഇങ്ങനെയുള്ള പടങ്ങള്, പിക്ചർ, ആനിമേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴല്ലേ കുറെ എഴുതി വെച്ചതിനേക്കാൾ വിഷ്വലി അപ്പീലിംഗ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആകുന്നത്. അപ്പൊ ഈ പവർ പോയിന്റിലൂടെ അങ്ങനെ നമുക്കൊരു വിഷ്വലി നമുക്ക് അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഇമ്പാക്ട് കിട്ടുന്ന പ്രസന്റേഷൻ ചെയ്യാൻ പറ്റും. അത് ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. Dash provides a powerful ground for generating visually appealing and impactful presentation. കിട്ടിയോ? പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ അല്ലേ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്? ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തില്ലേ? ഉണ്ട്, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ബൈഹാർട്ട് ചെയ്യണ്ട. ഇതിനകത്ത് തന്നെ ആൻസർ കിടക്കുന്നുണ്ട്. പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. ഇപ്പൊ ഡാഷ് പ്രൊവൈഡ് എന്ന് പറഞ്ഞായിരിക്കും പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ പവർ പോയിന്റ്. അവിടെ ആൻസർ ഉണ്ട് അവിടെ. It is a user-friendly interface, formatting option, multimedia integration, collaboration features, make it popular selection for professional. അതുകൊണ്ടാണ് ഈ പ്രൊഫഷണൽസ് ഇത് സെലക്ട് ചെയ്യുന്നത്. ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. എഡ്യൂക്കേഷണൽ ആൻഡ് ഇൻഡിവിജ്വൽ who look to communicate information and effective manner. നല്ല രീതിയിൽ നമുക്കൊരു ഫലപ്രദമായ രീതിയിൽ ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിലൂടെ സാധിക്കുന്നു. അതാണ് സെമിനാർ കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ പവർ പോയിന്റ് ഉപയോഗിച്ച് സ്ലൈഡ്സുകൾ കാണിക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് എന്താണോ അവരോട് അറിയിക്കേണ്ടത്, അല്ലെ? ഇപ്പൊ പേഷ്യൻസിനൊക്കെ നമ്മൾ പറഞ്ഞ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ പ്രൊഫഷണൽസ് പവർ പോയിന്റ് ഉപയോഗിക്കുക ഒരു പ്രസന്റേഷൻ ആണ്, പ്രസന്റ് ചെയ്യാനായിട്ടാണ്. അപ്പൊ ഒരു നല്ല രീതിയിൽ, ഒരു ഫലപ്രദമായ രീതിയിൽ അല്ലെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കുള്ള ഒരു നല്ലൊരു സെലക്റ്റീവ് ഒരു തെരഞ്ഞെടുപ്പാണ് ഈ പവർ പോയിന്റ് എന്ന് പറയുന്നത്.
ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഇറ്റ്സ് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ്, ഫോർമാറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്, മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ ഉണ്ട്, കൊളാബറേഷൻ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതാണ് ആളുകളെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്യാൻ, പ്രൊഫഷണൽസിനെ ഈ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് സെലക്ട് ചെയ്യാനായിട്ട് അല്ലെ. അങ്ങനെ അപ്പൊ സെലക്ട് ചെയ്യാനും അവർക്ക് അവരുടെ ആശയങ്ങൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നു. ഇനി ഈ പവർ പോയിന്റ് ഹോസ്പിറ്റലിൽ എവിടെയാണ് ആപ്ലിക്കബിൾ ആകുന്നത്? ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇതൊക്കെ നിങ്ങൾ എവിടേക്ക് ആ പോയിന്റ്സുകൾ മെയിൻ ആയിട്ടുള്ളതൊക്കെ നോക്കുക. അണ്ടർലൈൻ ചെയ്തിട്ടേക്കണതൊക്കെ വായിച്ചു നോക്കിയാൽ മതി. ഇതിനധികം ക്വസ്റ്റ്യൻസ് ഒരു ചാപ്റ്ററിൽ ബേസ് ചെയ്തിട്ട് 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഉണ്ടാവുള്ളൂ. ആദ്യത്തെ സെക്ഷനിലൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ 3 സോഫ്റ്റ്വെയറിന്റെ നോക്കാം. പിന്നെ ഹോസ്പിറ്റലിലാണ് ഇത് ഫുള്ളൊന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട. അത് എവിടേക്കാണ് ആപ്ലിക്കബിലിറ്റി, ആ പോയിന്റ്സുകൾ നോക്കി വെക്കാം. പിന്നെ നമ്മൾ അണ്ടർലൈൻ ചെയ്തിടുന്നതൊക്കെ ഒന്ന് നോക്കി വെക്കാം. മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എവിടെയാണ് പവർ പോയിന്റ്? മെഡിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ് കൊടുക്കാൻ, ഇപ്പൊ നമുക്ക് സ്റ്റാഫിനൊക്കെ ട്രെയിനിങ് കൊടുക്കാനായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും കാര്യങ്ങള്. നമുക്ക് നേരെ വിഷ്വൽ ഒക്കെ കാണിക്കാലോ, ആനിമേഷൻ ഒക്കെ ഉണ്ടല്ലോ, അവിടെ പ്രസന്റേഷൻ പറ്റും. PowerPoint is widely used in hospital for medical education and training program. അവിടെ ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ. Dash is widely used in hospital for medical education training പ്രോഗ്രാമിന് ഏതാ വേർഡിനേക്കായൊക്കെ ഏറ്റവും നല്ലത് ഏതാ? PowerPoint തന്നെയാണ് അല്ലെ. PowerPoint ആണ്. It make healthcare professional able to create visually engaging presentation. നമ്മൾ പറഞ്ഞില്ലേ, വിഷ്വലി നമുക്ക് കണ്ണിന് മനോഹരപ്രദമായിട്ടുള്ള ഒരു പ്രസന്റേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. To give out literatures, conduct workshops and provide teaching materials to staff members. Medical students and patients, staff members ന്, മെഡിക്കൽ സ്റ്റുഡൻസിന്, പേഷ്യൻസിന് ഒക്കെ ലിറ്ററേച്ചേഴ്സ് പിന്നെ വർക്ക്ഷോപ്സുകൾ കണ്ടക്ട് ചെയ്യാൻ, അവർക്കുള്ള ക്ലാസ്സുകൾ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട് ഈ പവർ പോയിന്റിലൂടെ സാധിക്കും. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് ഫസ്റ്റത്തെയാണ് ക്ലിനിക്കൽ പ്രസന്റേഷൻ. ആപ്ലിക്കബിലിറ്റി ആട്ടോ. എവിടേക്കാണ് ഈ പവർ പോയിന്റ് ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യുന്നത്, ഉപയോഗിക്കുന്ന എവിടേക്കാണ്? ക്ലിനിക്കൽ പ്രസന്റേഷൻ, ചികിത്സാ സംബന്ധമായിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ. PowerPoint is generally employed for clinical presentation, conferences and rounds in the hospital. Underline ചെയ്തിട്ട് ഫസ്റ്റ് സെന്റൻസ്. PowerPoint is generally employed for clinical presentation. ചികിത്സാ സംബന്ധമായിട്ടുള്ള പ്രസന്റേഷൻ, എന്തെങ്കിലും അവതരിപ്പിക്കാൻ, കോൺഫറൻസുകൾ നടത്താൻ, ഡോക്ടേഴ്സ് തമ്മിലുള്ള കോൺഫറൻസുകൾ അല്ലെ. അപ്പൊ അവിടെ നമുക്ക് പവർ പോയിന്റ് ഉപയോഗിക്കാം. ആൻഡ് റൗണ്ട്സ് ഇൻ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലെ റൗണ്ട്സ്, ഇതിലൊക്കെ പവർ പോയിന്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. Physician and healthcare professional used to display research finding, case studies, team treatment protocol and clinical outcome to their co-workers, engaging knowledge sharing and professional advancement. ഉണ്ടോ? ഇവിടെയൊക്കെ ഈ നമ്മുടെ ഈ പവർ പോയിന്റ് ഉപയോഗിക്കുന്നത് ഇതാണ്. ആര് ഫിസിഷ്യനും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും എവിടേക്ക് ഉപയോഗിക്കുന്നത്? ടു ഡിസ്പ്ലേ റിസർച്ച് ഫൈൻഡിങ്, അവരുടെ കണ്ടെത്തലുകള് ഡിസ്പ്ലേ ചെയ്യാൻ, റിസർച്ചിന്റെ കണ്ടെത്തലുകള്. ഇപ്പൊ പുതിയ ഫിസിഷ്യനും ഹെൽത്ത് കെയർ പ്രൊഫഷണലുകളൊക്കെ പുതിയ കാര്യങ്ങൾ റിസർച്ച് ചെയ്യാൻ, അത് നമുക്ക് മറ്റുള്ളവരിലേക്ക് പ്രസന്റ് ചെയ്യാൻ ഉണ്ടോ? അവരുടെ റിസർച്ച് ഗവേഷണ കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യാൻ. കേസ് സ്റ്റഡീസിന്, ട്രീറ്റ്മെന്റിന്റെ പ്രോട്ടോകോളുകള്, ക്ലിനിക്കൽ ഔട്ട്കം, ചികിത്സാ സംബന്ധമായ ഔട്ട്കം, ടു ദർ കോവർക്കേഴ്സ്, അവരുടെ കോവർക്കേഴ്സിന് ഷെയർ ചെയ്യാനായിട്ട്. എൻകറേജിങ് നോളേജ് പങ്കിടാനായിട്ട്, എൻകറേജിങ് നോളേജ് ഷെയറിംഗ് ആൻഡ് പ്രൊഫഷണൽ അഡ്വാൻസ്മെന്റ്. പ്രൊഫഷണൽസ് ഇത് അഡ്വാൻസ്മെന്റ് എന്ന് വെച്ചാൽ പുരോഗതി, പ്രൊഫഷണൽ പുരോഗതിക്കും ഒക്കെ ഈ ഫിസിഷ്യനും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും ഈ പവർ പോയിന്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് സെന്റൻസ് നോട്ട് ചെയ്തിട്ട് കേട്ടോ. അടുത്ത് നോക്കിയേ, മാനേജിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസന്റേഷൻ. മാനേജ് ചെയ്യാൻ, ഒരു ഭരണ സംബന്ധമാണ് അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ പവർ പോയിന്റ് ഉപയോഗിക്കും. അത് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ തന്നെയാണ്.
ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ യൂസ് ഇറ്റ് ഫോർ മാസ്റ്റ് മീറ്റിംഗ്. അഡ്മിനിസ്ട്രേറ്റർമാര് മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അവര് അവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് ഈ വേർഡ് മൈക്രോസോഫ്റ്റ് ഏതാണ് പവർ പോയിന്റ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. ആ ഒരു ഇതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. Okay, hospital administrator use it for mass meeting, departmental meeting. പിന്നെ എന്താ ഡിപ്പാർട്ട്മെന്റുകളുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ മീറ്റിങ്ങുകൾ നടത്തുമ്പോൾ പ്രസന്റ് ചെയ്യാൻ. ആൻഡ് സ്ട്രാറ്റജിക് പ്ലാനിങ്, തന്ത്രപരമായിട്ടുള്ള ആസൂത്രണങ്ങള്, പ്ലാനിങ് സെക്ഷൻസ്, ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ. അപ്പൊ അതൊക്കെ നമുക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് ഡിപ്പാർട്ട്മെന്റ്, പല ഡിപ്പാർട്ട്മെന്റുകൾ ഇരിക്കുന്ന മീറ്റിംഗ് ആണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും പ്രസന്റ് ചെയ്യാനായിട്ട് എന്താ ഈ പവർ പോയിന്റിലൂടെ പ്രസന്റേഷൻ പറ്റും. അതിന്റെ സ്ട്രാറ്റജിക് പ്ലാനിങ് സെക്ഷൻസ് അപ്പൊ നോക്കിയേ സോഫ്റ്റ്വെയർ ആണ്. It assists in visualizing data, presenting reports and communicating organizational goals, ലക്ഷ്യങ്ങൾ and policies in an effective manner. ഒരു ഫലപ്രദമായ രീതിയിൽ നമുക്ക് ഡേറ്റ വിഷ്വലൈസ് ചെയ്യാം, റിപ്പോർട്ടുകൾ പ്രസന്റ് ചെയ്യാം, ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ പോളിസികൾ, ഇതൊക്കെ ഫലപ്രദമായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും. രണ്ടാമത്തെ പോയിന്റ് എന്താ? ഒന്നാമത്തെ ക്ലിനിക്കൽ പ്രസന്റേഷന് ഈ പവർ പോയിന്റ് ഉപയോഗിക്കും. രണ്ടാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രസന്റേഷന്, മാനേജിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസന്റേഷന്. പിന്നെ അടുത്തത് വിഷ്വൽ എയ്ഡ്സ് ആയിട്ട് ഫോർ കോൺഫറൻസസ് ആൻഡ് ഇവന്റ്സ്. കോൺഫറൻസുകൾ നടത്തുമ്പോൾ മറ്റുള്ള സംഭവങ്ങള്, ഇതിനൊക്കെ ഒരു വിഷ്വൽ എയ്ഡ് ആയിട്ട് ഈ പവർ പോയിന്റ് യൂസ് ചെയ്യുന്നു. Hospital often take a part in conferences, health ഫെയറുകള്, കമ്മ്യൂണിറ്റി ഇവന്റ്സ്, ഇതിനൊക്കെ നമുക്ക് പവർ പോയിന്റിലൂടെ ചെയ്യാൻ പറ്റും. അതിന്റെ ഭാഗമാണ് ഈ കോൺഫറൻസസില്, ഹെൽത്ത് ഫെയർസില്, കമ്മ്യൂണിറ്റി ഇവന്റ്സ്, ഇതൊക്കെ നമുക്ക് എന്താണ് ഈ സേവനങ്ങളൊക്കെ നമുക്ക് ഈ പവർ പോയിന്റിലൂടെ സാധ്യമാക്കുക എന്നാ പറയുന്നത്. ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റും. പവർ പോയിന്റ് പെർമിറ്റ് ടു ദം ക്രിയേറ്റ് വിഷ്വലി captivating presentation to display their services. ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിൽ കൊടുക്കുന്ന സർവീസുകൾ അത് നമുക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് അല്ലെ പവർ പോയിന്റിലൂടെ നമുക്ക് കൊടുക്കും. എന്തൊക്കെ സർവീസുകളാണ് കൊടുക്കുന്നത്? ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിരിക്കുമ്പോൾ, ഓരോ ഒപിയിലൊക്കെ പോയിരിക്കുമ്പോൾ അവിടെ ഈ ടിവിയിലൊക്കെ ആണെങ്കിലും കാണിക്കുന്നില്ലേ, അവർക്കുടെ ഓരോ മൂലയെ അരിച്ചു ഉറയ്ക്കുമല്ലേ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റി ഒക്കെ എന്തൊക്കെയാണെന്നൊക്കെ അവർ ഓരോ ഇതുപോലെയൊക്കെ കാണിക്കുന്നില്ലേ, അവിടെ ടിവിയിലെ മോണിറ്ററിൽ കാണിച്ചു തന്നില്ലേ എന്തൊക്കെ സർവീസുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കണേന്. അതൊക്കെ നമുക്ക് ഈ പവർ പോയിന്റിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണത്. ഇനിഷ്യേറ്റീവ്സ് ആൻഡ് അച്ചീവ്മെന്റ്സ്, അവരുടെ നേട്ടങ്ങള്, ഇനിഷ്യേറ്റീവ്സ്, ഇതൊക്കെ അവർ കൊടുക്കുന്ന സർവീസുകൾ, ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ദിസ് പ്രസന്റേഷൻ എയ്ഡ് ഹോസ്പിറ്റൽ ടു അട്രാക്ട് പേഷ്യന്റ്. അപ്പൊ ഇങ്ങനെ അപ്പൊ അത് നമുക്ക് നമ്മൾ വെറുതെ ഇപ്പൊ വേറെ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ വേണ്ട, നമ്മളൊരു വിസിറ്റർ ആയിട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോ പേഷ്യന്റ് ബൈസ്റ്റാൻഡർ ആയിട്ട് നമ്മൾ ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ പേഷ്യന്റ് ഇപ്പൊ ഡോക്ടറിനെ കാണാൻ ടെസ്റ്റിന് കയറ്റിയേക്കാം, നമ്മൾ പുറത്ത് വെറുതെ ഇരിക്കുമ്പോ ഈ ഒപിയിൽ ഇങ്ങനെ പ്രസന്റേഷൻ ചെയ്യാണ് ഹോസ്പിറ്റൽ സർവീസ് അല്ലെ, അവരുടെ അച്ചീവ്മെന്റ്സ്, ഇനിഷ്യേറ്റീവ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ സർവീസ് ഒക്കെ കാണുമ്പോ നമ്മളത് വെറുതെ ഇങ്ങനെ അവരെ അട്രാക്ട്ഫുൾ ആയിട്ടാണ് കാണിക്കുന്നത്, നമ്മൾ അറിയാതെ നോക്കി പോവില്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇന്ന ഫെസിലിറ്റി ഉണ്ടല്ലേ, അല്ലെങ്കിൽ ഇന്ന ടെസ്റ്റുകൾ, അല്ലെങ്കിൽ ഇന്ന ട്രീറ്റ്മെന്റുകൾ ഇവിടെ ഉണ്ടല്ലേ എന്നുള്ളത് നമുക്ക് അത് കാണുമ്പോൾ നമുക്ക് കിട്ടും. അതിന്റെ കറക്റ്റ് പിക്ചർ കിട്ടും. അപ്പോ എന്താ പറയാ, നമുക്ക് മനസ്സിലാക്കാം ഇന്ന ഫെസിലിറ്റി ഉണ്ട്, അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇത് വന്നാൽ നമുക്ക് ആ ഹോസ്പിറ്റലിൽ പോകാം, അവിടെ ഇത്രയും ഡീപ്പായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇതുണ്ട് എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ഇങ്ങനെയുള്ള പ്രസന്റേഷൻ എയ്ഡ് എന്ത് ചെയ്യുന്നു? അട്രാക്ട് ദ പേഷ്യന്റ്. ഉണ്ടോ? attract patients in attracting build a partnership and to promote their brand image. ഹോസ്പിറ്റലിന്റെ ഈ ബ്രാൻഡ് ഇമേജ് ഒക്കെ കൂട്ടുന്നു, പേഷ്യൻസിനെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നു, അവരുടെ ബ്രാൻഡ് ഇമേജ് ഇതൊക്കെ കൂട്ടാനും സാധിക്കുന്നു ഈ ഇതിലൂടെ. അപ്പൊ നിങ്ങൾ അതിനകത്തെ ഒന്നാമത്തെ സെന്റൻസ് ആ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്നുള്ളതിന്റെ ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് ആപ്ലിക്കബിലിറ്റി ആയിട്ട് പറയുന്നത്.
മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, അതാണ് മെയിൻ ആയിട്ടുള്ള ഹെഡിങ് കൊടുത്തേക്കുന്നത്. അത് ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തില്ല. പിന്നെ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ എവിടേക്കാണ് ആ പവർ പോയിന്റ് അപ്ലൈ ചെയ്യുന്നത്, ആ 3 ആ ബ്ലാക്കിൽ കൊടുത്ത പോയിന്റ് ആയിട്ട് അത് മാത്രം അണ്ടർലൈൻ ചെയ്തില്ല. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. പിന്നെ നമുക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് ഇതുപോലെ തന്നെ ഈ ടൈം കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതിനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തു തരാം കേട്ടോ. നമുക്ക് ഇത് ഫുൾ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റില്ല. കുറച്ച് എന്താ തിയറിറ്റിക്കലി നമ്മളൊക്കെ നോക്കുമ്പോഴേ ഇതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ക്ലാസ്സിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. ഓക്കെ, നമുക്ക് വൺ വേർഡ്സുകൾ കുറച്ച് നോക്കാം. ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.